ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തിന് തുടക്കം കുറിക്കുവാൻ പോകുന്നു. തലവര തെളിയുവാൻ പോകുന്നത് 3 ഭാഗ്യരാശിക്കാർക്കാണ്. ഒക്ടോബർ മാസത്തിൽ 5 ഗ്രഹമാറ്റങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത്. ഒക്ടോബർ 10-ന് ബുധൻ തുലാം രാശിയിലേക്ക് മാറുന്നു. അതിനുശേഷം ഒക്ടോബർ 13 ആവുമ്പോഴേക്കും ശുക്രൻ വൃശ്ചികം രാശിയിലേക്ക് സഞ്ചരിക്കും. പിന്നീട് ഒക്ടോബർ 17 ആകുമ്പോൾ സൂര്യൻ തുലാം രാശിയിലേക്കും ഒക്ടോബർ 20-ന് ചൊവ്വ കർക്കിടകം രാശിയിലേക്കും സംക്രമിക്കും. ഗ്രഹങ്ങളുടെ ഇത്തരം മാറ്റങ്ങൾ ചില രാശിക്കാരിൽ വളരെയധികം ഗുണപ്രദമായ മാറ്റങ്ങൾ സമ്മാനിക്കും. ഇത്രയും ഗ്രഹങ്ങൾ സംക്രമിക്കുന്നതിന് ഫലമായി ചില പ്രത്യേക യോഗങ്ങളും രൂപപ്പെടുന്നുണ്ട്. ശുക്രനും സൂര്യനും സംക്രമിക്കുന്നതിന്റെ ഫലമായി ശുക്രാദിത്യ രാജയോഗം രൂപം കൊള്ളുന്നു. തുലാം രാശിയിലാണ് ഈ സംക്രമണം നടക്കുവാൻ പോകുന്നത്. ജ്യോതിഷത്തിൽ ഗുണപ്രദമായ മാറ്റങ്ങൾ നൽകുന്ന യോഗങ്ങളിൽ പ്രധാനമാണ് ശുക്രാദിത്യ രാജയോഗം. ഇതുകൂടാതെ പല വിധത്തിലുള്ള മാറ്റങ്ങളും ഓരോ രാശിക്കാർക്കും ഈ ഗ്രഹമാറ്റത്തിന് സമാനമായി സംഭവിക്കുവാൻ പോകുന്നു. ഇനി ഒക്ടോബർ മാസത്തിലെ രാശിഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം. കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായി മാറുന്നതാണ്. കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം ശ്രദ്ധിച്ച് നടത്തേണ്ട ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾ പഠന കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ജലദോഷം, ചുമ, അലർജി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക. ദേഷ്യത്തിലുള്ള നിങ്ങളുടെ സംസാരം പ്രണയത്തെ ബാധിക്കുന്നതാണ്. ക്ഷമയില്ലാതെ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ധനനഷ്ടത്തിലാകും എത്തിക്കുക. പ്രധാന കാര്യങ്ങൾ മാസത്തിന്റെ 1-ാം പകുതിയിൽ തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. കാരണം രവി രാശി മാറുകയാണ്. നിങ്ങൾക്ക് അനുകൂലമായ ദിവസങ്ങൾ 2, 16, 17, 24, 25, 26, 30, 31 ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പ്രശംസ പിടിച്ചുപറ്റും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരുമായി പെരുമാറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ചിലർക്ക് സ്ഥലമാറ്റം ഉണ്ടാകും. വസ്തു തർക്കങ്ങൾ മധ്യസ്ഥതയോടെ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. തീർത്ഥാടന യാത്രയെ നിങ്ങൾക്ക് പങ്കുചേരുവാൻ സാധിക്കും. ഏറ്റെടുത്ത നിങ്ങളുടെ എല്ലാവിധ ജോലികളും പൂർത്തിയാക്കുവാൻ വേണ്ടി വളരെയധികം പ്രയത്നിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്കെല്ലാ കാര്യങ്ങളിലും മറ്റുള്ള ആളുകളുടെ പിന്തുണ ലഭിക്കണമെന്നില്ല. അതിനാൽ സുഖിതനാകാതെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ശുക്രൻ ഒഴിച്ചുള്ള ഗ്രഹങ്ങളുടെ നില പ്രതികൂലമായതിനാൽ ന്യായമായി ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. ആരോഗ്യപരമായി അല്പം സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. റിസ്ക് ഉള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഏറ്റെടുക്കരുത്. പ്രണയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം വിജയമുണ്ടാകുമെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വരാം. അതിനാൽ സൂക്ഷിച്ച് സംസാരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. രവി രാശി മാറുന്നതിനാൽ മാസത്തിന്റെ 2-ാം പകുതി കുറച്ച് ആശ്വാസം വന്നു ചേരുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ല ദിവസങ്ങളായി വന്നു ചേരുന്നത് 1, 5, 6, 10, 11, 16, 17, 19, 24, 25, 26, 27, 28 ദിവസങ്ങൾ വളരെയധികം സൗഭാഗ്യങ്ങളും ധനനേട്ടങ്ങളും നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം 2-ാം പകുതി, തിരുവാതിര, പുണർതം ആദ്യ പകുതി. ഒരുപാട് നാളുകളായി കാത്തിരുന്ന ചില കാര്യങ്ങൾ സഫലമാകുവാൻ പോകുന്നു. സന്താനങ്ങൾ പഠന പുരോഗതി വളരെയധികം കൈവരിക്കുന്ന ഒരു മാസം കൂടിയാണ്. ഉന്നതരായുള്ള ആളുകളുടെ സൗഹൃദം നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. പുതിയ തൊഴിലിന് ശ്രമിക്കുന്ന ആളുകൾക്ക് അവ വന്നു ചേരുന്നതാണ്. ആരോഗ്യം എല്ലാ രീതിയിലും നിങ്ങളുടെ തൃപ്തികരമാകും. വീട്ടിലെ മുതിർന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടവരുന്നതാണ്. വിദേശത്തു നിന്നും അവധിക്ക് നാട്ടിൽ വരുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ സാധിക്കും. വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഈ വരുന്ന മാസം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ലഭിക്കുന്ന
അവസരങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. വീട്ടമ്മമാർക്ക് തിരക്ക് വർദ്ധിക്കുന്നതാണ്. ചൊവ്വ രാഹു യോഗം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് നല്ല ദിവസങ്ങളായി വന്നു ചേരുന്നത് 1, 2, 13, 19, 20, 27, 28, 30, 31 ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ധനനേട്ടം ഉണ്ടാകുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം, ആയില്യം ആഘോഷവേളകളിൽ പങ്കെടുക്കും. അപകീർത്തിക്ക് സാധ്യത ഉള്ളതിനാൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. അധ്വാന ഭാരം നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കുന്നതാണ്. ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. വരുമാനം വളരെയധികം വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ്. നിങ്ങളുടെ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാവിധ കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ സാധിക്കും. പരീക്ഷയിൽ വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കുവാനും ഈശ്വര അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. എടുത്തു ചാടിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു രീതിയിലും പറയാതിരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ വ്യാഴം, രവി, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ അകമഴിഞ്ഞ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൽക്കാരങ്ങൾ, മംഗളകർമ്മങ്ങൾ, സാമൂഹ്യ പരിപാടികൾ തുടങ്ങിയവയുടെ സംഘാടകൻ എന്ന നിലയിലോ അതിൽ പങ്കെടുക്കുന്ന ആളെന്ന നിലയിലോ നിങ്ങൾക്ക് തിരക്ക് വർദ്ധിക്കുന്നതാണ്. ധനപരമായി ഈ മാസം വളരെയധികം അനുകൂലമാണ്. ചെലവ് അല്പം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. അവസരങ്ങളെല്ലാം പരമാവധി നിങ്ങൾ മുതലെടുക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. കുറച്ച് പിശുക്ക് കാണിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളെ യാതൊരു രീതിയിലും നിങ്ങൾ നിസ്സാരമായി കാണരുത്. നിങ്ങൾക്ക് നല്ല സമയം വന്നെത്തുന്ന ദിവസങ്ങളാണ് 2, 5, 6, 10, 11, 20, 30, 31 ദിവസങ്ങൾ. വളരെയധികം സൗഭാഗ്യങ്ങളും ധനനേട്ടവും ഈശ്വരാനുഗ്രഹത്താൽ വന്നുചേരും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. നഷ്ടപ്പെട്ട പ്രതാപ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കും. അതുപോലെ തന്നെ നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാകും. ഏത് കാര്യത്തിലും പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അസുഖങ്ങൾ പിടിപെടുവാൻ സാധ്യത ഉള്ളതിനാൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർക്ക് വിദേശത്ത് ജോലി ലഭിക്കുവാൻ ഇടവരും. നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും അല്പം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന ഒരു മാസമാണ് വന്നെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ശുക്രനും ബുധനും ശനിയും കൂടാതെ മാസത്തിന്റെ 2ാം പകുതി മുതൽ രവിയും നിങ്ങളെ സഹായിക്കുവാനുണ്ടാകും. ഈ ഗ്രഹാവസ്ഥ തൊഴിൽപരമായി പല സാഹസികമായ തീരുമാനങ്ങളും നിങ്ങളെ കൊണ്ടെടുപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ്. സമയം വളരെയധികം അനുകൂലമായതിനാൽ മടിച്ചു നിൽക്കാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ തൊഴിലിലും ബിസിനസ്സിലും വികസനങ്ങളിലും പുതിയ കരാറുകൾ വന്നു ചേരുന്നതാണ്. നന്നായി ഇവയെല്ലാം പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക. കഴിയുന്നതും ചെറിയ കാലാവധി കൊണ്ട് കൂടുതൽ ലാഭം കിട്ടുന്ന മാർഗത്തിൽ പണ നിക്ഷേപം നടത്തുക. വ്യാഴം അനുകൂലമായതിനാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യം വേണ്ടി വരുന്നതാണ്. നിങ്ങൾക്ക് നല്ല ദിവസങ്ങളായി ഭവിക്കുന്നത് 5, 6, 13, 16, 17, 24, 25, 26 എന്നീ ദിവസങ്ങളിൽ വളരെയധികം സൗഭാഗ്യങ്ങളും ധനനേട്ടവും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി. പൊതുവെ ഭാഗ്യമുള്ള ഒരു സമയമാണ്. വരുമാനത്തിൽ നിങ്ങൾക്ക് വളരെയധികം വർധനവ് ഉണ്ടാകുന്നതാണ്. പെട്ടെന്നുള്ള യാത്രകൾ ആവശ്യമായി വരും. അയൽക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുവാൻ ഇടവരുന്നതാണ്. കുടുംബ അന്തരീക്ഷം പൊതുവെ നല്ലതായിരിക്കും. ആരോഗ്യനില നിങ്ങളുടെ വളരെയധികം തൃപ്തികരമാകുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളെല്ലാം നിങ്ങൾക്ക് ഏറ്റെടുക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. ആത്മീയമായ കാര്യങ്ങളോട് വളരെയധികം താല്പര്യം വർദ്ധിക്കുന്ന ഒരു മാസമാണ്. പഠന കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പുരോഗതി നേടുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതുവരെ മുടങ്ങിപ്പോയ കാര്യങ്ങൾക്ക് ഇനി ധൈര്യമായി മുന്നോട്ടിറങ്ങുവാനുള്ള സമയമാണ്. ബുദ്ധിപൂർവം നീങ്ങിയാൽ മുടങ്ങിപ്പോയ പല കാര്യങ്ങളും ഈ കാലയളവിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ പ്രൊജക്റ്റുകൾക്ക് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്നതാണ്.
സന്താനപരമായും വളരെയധികം അഭിമാനിക്കാൻ വകയുള്ള കാര്യങ്ങൾ ഈ ഒക്ടോബർ മാസത്തിൽ സംഭവിക്കും. രവി ശുക്രന്മാരുടെ നീചക്ഷേത്രസ്ഥിതി ആരോഗ്യ കാര്യങ്ങളിൽ ശരിക്കും ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ സൂചന നൽകുന്നത്. നിങ്ങൾക്ക് നല്ല ദിവസങ്ങളായി ഭവിക്കുന്നത് 1, 10, 11, 19, 24, 25, 26 എന്നീ ദിവസങ്ങളിൽ വളരെയധികം ധനനേട്ടവും സൗഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര രണ്ടാം പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ബിസിനസ്സുകാർക്ക് ഇത് അനുകൂലമായ ഒരു മാസമാണ് വന്നെത്തിയിരിക്കുന്നത്. ഗുണകരമായ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പുതിയ ജോലി ലഭിക്കുന്നതിന് വളരെയധികം സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. നിർത്തിവെച്ചിരുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും പുനരാരംഭിക്കുവാനും അവ പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തികമായ സഹായങ്ങൾ നിങ്ങളുടെ 4 വഴികളിൽ നിന്നും നിങ്ങളെ തേടിയെത്തുന്നതാണ്. പുതിയ അവസരങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരുവാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമൊത്ത് ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുവാനും ഈശ്വരാനുഗ്രഹത്താൽ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. കഴിയുന്നതും അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. പ്രശ്നങ്ങളിൽ പെടാതെ ഇരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. സാമൂഹിക കാര്യങ്ങളിൽ നിന്നോ കുടുംബപരമായ മംഗളകർമ്മങ്ങളിൽ നിന്നും ഒരു കാരണവശാലും വിട്ടുനിൽക്കരുത്. നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നോ അതുമല്ലെങ്കിൽ എഴുത്തുകുത്തുകളിൽ നിന്നോ സന്തോഷം വളരെയധികം ലഭിക്കുന്നതാണ്. ശുക്ര ആനുകൂല്യത്താൽ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെയധികം സൗഭാഗ്യവും ധനനേട്ടവും ഉള്ള ദിവസങ്ങളാണ് വന്നെത്തുവാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ല ദിവസങ്ങളായി 1, 2, 10, 11, 13, 16, 17, 20, 27, 28, 30, 31 എന്നീ ദിവസങ്ങൾ വളരെയധികം സൗഭാഗ്യം നിറഞ്ഞതും ധനനേട്ടവും ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുവാൻ ഇടവരുന്ന ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന ഭാഗം, അനിഴം തൃക്കേട്ട. പുതിയ സംരംഭങ്ങൾക്ക് കാലം ഒരു രീതിയിലും അനുകൂലമല്ല. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കുന്നതാണ്. പൊതുവെ മനസമാധാനം വളരെയധികം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. തുടർ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് അവസരം കിട്ടുന്നതാണ്. കാർഷിക രംഗത്തു നിന്നും വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാനുള്ള നിങ്ങളുടെ വളരെ കാലത്തെ ആഗ്രഹം സാധിക്കുന്നതാണ്. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ എല്ലാ രീതിയിലും വിട്ടു നിൽക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വൃശ്ചിക രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം, ശുക്രൻ, രവി തുടങ്ങിയ ഗ്രഹങ്ങളുടെ അനുകൂലമായ രശ്മികൾ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. തൊഴിൽ രംഗത്തും സാമൂഹിക രംഗത്തും നിങ്ങളുടെ സാമീപ്യം അനിവാര്യമായി വരുന്നതാണ്. നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കേണ്ട ഒരു അവസരം വന്നെത്തുകയും ചെയ്യും. ഈ അവസരം നിങ്ങൾ കഴിവതും പ്രയോജനപ്പെടുത്തുക. നയപരമായ കഴിവുകൾ കൊണ്ട് ഈ മാസാദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ എതിരാളികളെ പോലും സ്വന്തം ചേരിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. മാസത്തിൻ്റെ 1-ാം പകുതി വളരെയധികം പ്രയോജനപ്പെടുത്തിയാൽ നല്ല ഫലങ്ങൾ സിദ്ധിക്കുകയും ചെയ്യും. കുറച്ച് റിസ്ക് ഏറ്റെടുക്കുന്നതിലും തെറ്റില്ല. നിങ്ങൾക്ക് നല്ല ദിവസങ്ങളായി ഭവിക്കുന്നത് 2, 5, 6, 13, 19, 30, 31 ദിവസങ്ങളിൽ വളരെയധികം സൗഭാഗ്യവും ധനനേട്ടവും ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരും. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. പൊതുവെ ധനു രാശിക്കാർക്ക് വളരെയധികം ഗുണകരമായ കാലമാണ്. സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും എല്ലാ സമയവും നിലനിൽക്കുന്നതാണ്. നിങ്ങളുടെ വരവിനേക്കാൾ കൂടുതൽ അല്പം ചെലവ് വർദ്ധിക്കുവാൻ ഇടയുണ്ട്. നേരിയ ആരോഗ്യ പ്രശ്നങ്ങളും വന്നു ചേരും. അയൽക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുവാനും ഇടവരുന്നതാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യത ഉള്ള ഒരു മാസം കൂടിയാണ് ധനു രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. ധനു രാശിയിൽ ജനിച്ചവർക്ക് പാപഗ്രഹങ്ങൾ അനുകൂലമായതിനാൽ തൊഴിൽപരമായ ഉയർച്ച ഈ മാസാന്ത്യം കുറിക്കും. നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ശമ്പള ബാക്കി, മറ്റ് അലവൻസുകൾ എന്നിവ ഈ മാസം ലഭിക്കുന്നതാണ്. കുറച്ചു നയപരമായി മുന്നേറിയാൽ ഈ മാസം സന്തോഷകരമായ ജീവിതമായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ പോകുന്നത്.
നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് മാത്രം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. അധികം ആത്മവിശ്വാസം കാട്ടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വക്രനായ വ്യാഴം നിങ്ങളെ സാഹസികനാക്കുവാൻ ശ്രമിക്കുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് നല്ല ദിവസങ്ങളായി ഭവിക്കുന്നത് 5, 6, 16, 17, 20, 24, 25, 26 എന്നീ ദിവസങ്ങളിൽ വളരെയധികം സൗഭാഗ്യങ്ങളും ധനനേട്ടവും ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ഏത് കാര്യത്തിലും അനുകൂല മാറ്റങ്ങൾ വന്നുചേരും. വിവാഹ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് പലവിധ നേട്ടങ്ങൾ വന്നുചേരും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേട്ടങ്ങളാണിനി വന്നു ചേരുവാൻ പോകുന്നത്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും. നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായ തീരുമാനം വന്നെത്തുകയും ചെയ്യുന്നതാണ്. കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരുവാനും ഇടവരുന്നതാണ്. നിങ്ങൾക്ക് തൊഴിലിലും ബിസിനസ്സിലും വികസനങ്ങൾക്കും പുതിയ കരാറുകൾ ഉണ്ടാക്കുവാനും പറ്റിയ ഒരു സമയം കൂടിയാണ്. ഇവ നന്നായി ഉപയോഗിക്കുക. കഴിയുന്നതും ചെറിയ കാലാവധി കൊണ്ട് കൂടുതൽ ലാഭം കിട്ടുന്ന മാർഗത്തിൽ പണം നിക്ഷേപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. നിങ്ങൾക്ക് നല്ല ദിവസങ്ങളായി 1, 10, 11, 16, 17, 19, 27, 28 എന്നീ ദിവസങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ വളരെയധികം സൗഭാഗ്യവും ധനനേട്ടവും വന്നു ചേരുവാൻ ഉത്തമമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം രണ്ടാം പകുതി. ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. തൊഴിലിടത്തിൽ നേരിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. വിഷമങ്ങളിൽ കുടുംബം കൂടെ നിൽക്കുന്നതാണ്. ബിസിനസ്സിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. മാനസികമായി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം അനുഭവപ്പെടും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും. പുതിയ വീട് നിർമ്മാണം നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ രീതിയിലും നേട്ടങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രണയ കാര്യങ്ങളിൽ വിജയമുണ്ടാകുമെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട സാഹചര്യം ഉണ്ടായെന്നു വരാം. അതിനാൽ എല്ലാ രീതിയിലും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ശുക്രൻ അനുകൂലമാവുകയാൽ മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെയധികം സൗഭാഗ്യം നിറഞ്ഞതായിരിക്കും. നിങ്ങൾക്ക് നല്ല ദിവസങ്ങളായി 2, 10, 11, 13, 19, 20, 24, 25, 26, 30, 31 എന്നീ ദിവസങ്ങൾ വളരെയധികം സൗഭാഗ്യം നിറഞ്ഞതും ധനനേട്ടവും ഈശ്വരാനുഗ്രഹത്താൽ ഈ ദിവസങ്ങളിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം. ഉത്രട്ടാതി, രേവതി. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കും. പിതാവിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. പ്രവർത്തന രംഗത്ത് മത്സര ബുദ്ധിയോടെ ആരെങ്കിലും വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. വിദ്യാർത്ഥികൾ പഠനത്തിൽ വളരെയധികം മികവ് പ്രകടിപ്പിക്കുന്ന ഒരു മാസമാണ് വന്നെത്തിയിരിക്കുന്നത്. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ചെന്നുപെടാതിരുന്നാൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ഈശ്വര ആരാധന വളരെയധികം ഗുണം ചെയ്യും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. നിങ്ങളുടെ സന്താനങ്ങളെ ഓർത്ത് അഭിമാനിക്കാവുന്ന ദിവസങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ വന്നെത്തുന്നതാണ്. നിങ്ങൾക്ക് നല്ല ദിവസങ്ങളായി 1, 5, 6, 13, 20, 27, 28 എന്നീ ദിവസങ്ങൾ വളരെയധികം സൗഭാഗ്യവും ധനനേട്ടവും നിറഞ്ഞതായിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര അനുഗ്രഹത്താൽ വന്നു ചേരട്ടെ.